എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാനസികാരോഗ്യത്തിന് സുഹൃത്തുക്കളുടെ പ്രാധാന്യം. നിങ്ങൾക്ക് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവശ്യകത, സുഹൃത്തുക്കൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് എത്രമാത്രം കാരണമാകുന്നു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്സ് നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട്, നമ്മളുടെ മനസ്സിലെ വിഷമങ്ങൾ ആരോടെങ്കിലും പറഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മാനസിക സമാധാനം കിട്ടുന്നതിന് നമ്മുടെ കൂട്ടുകാരോട് ആരോടെങ്കിലും നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് തീർച്ചയായും നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ മാനസിക സമാധാനം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിനെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഇവിടെ വിഷയമാക്കുന്നത്. സമയം ചിലവാക്കുന്നത് മാത്രമല്ല, ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചിലവാക്കുന്നത് മാത്രമല്ല, ഒരുതരം ലോങ് ടേം ഫിസിക്കൽ ആൻഡ് എമോഷണൽ റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതേപോലെ ഫിസിക്കൽ ആൻഡ് എമോഷണൽ ഹെൽത്തിന് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും എന്നാണ് പല പഠനങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. സുഹൃത്തുക്കളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിനനുയോജ്യമായിരിക്കണം എന്ന് മാത്രം. നമുക്ക് മാനസികമായി ആരോഗ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള, നമ്മളെ മാനസികമായി പക്വതപ്പെടുത്തുന്ന, നമുക്ക് വേണ്ട സഹായവും സപ്പോർട്ടും ചെയ്തു തരുന്ന ഒരു കൂട്ടുകാരനെ കണ്ടെത്തുക. ആ കൂട്ടുകാരിയുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, നല്ല റിലേഷൻഷിപ്പ് വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുകയും ആ സുഹൃത്തുമായി നല്ല സൗഹൃദ ബന്ധം നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുക എന്നുള്ളതും ഈ വിഷയത്തിൽ അത്യന്താപേക്ഷിതമാണ്. നിങ്ങളോടൊരു ചെറിയൊരു ചോദ്യമുണ്ട്. ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് ഗുണകരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ടോ? ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം നല്ല നല്ല വിഷയങ്ങൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ പങ്കുവയ്ക്കുവാൻ തക്കതായിട്ടുള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കുണ്ടോ എന്ന ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതുവാൻ മറക്കരുത്. എങ്ങനെയാണ് ഒരു സോഷ്യൽ നെറ്റ്വർക്ക്, ഇവിടെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് അല്ല ഉദ്ദേശിക്കുന്നത്, ഫിസിക്കലായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുമായി നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ ഫിസിക്കൽ ആൻഡ് എമോഷണൽ ഹെൽത്തിന് എങ്ങനെയാണ് ഗുണകരമായി ഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഫ്രണ്ട്ഷിപ്പ് പ്രൊമോട്ട് എ സെൻസ് ഓഫ് ബിലോങ്ങിങ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമുക്കൊരു ബിലോങ്ങിങ്നെസ് തരുന്നു. അതായത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുമായും നമ്മൾ നല്ല ബന്ധത്തിലാണ്. ഞാൻ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഇത് അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മകനാണ്, അച്ഛനാണ്, അമ്മയാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഒരു ബിലോങ്ങിങ്നെസ് ഉണ്ടാവുന്നത് മാനസികമായി ഒരുപാട് ഗുണം ചെയ്യും. അതേ ബിലോങ്ങിങ്നെസ്, ഫാമിലിയിൽ ഉണ്ടാവുന്ന അതേ ബിലോങ്ങിങ്നെസ് തന്നെയാണ് നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പിലൂടെ ലഭിക്കുന്നത്. അങ്ങനെ ഫ്രണ്ട്ഷിപ്പിലൂടെ നിങ്ങൾക്ക് ബിലോങ്ങിങ്നെസ് ലഭിക്കുമ്പോൾ, ഞാൻ ആരുടെയൊക്കെയോ എന്തെല്ലാമോ ആണ് എന്നുള്ള ഒരു ബിലോങ്ങിങ്നെസ് ലഭിക്കുമ്പോൾ നമുക്ക് മാനസികമായി വളരെയധികം ഗുണം ലഭിക്കും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ ക്ലോസ് റിലേഷൻഷിപ്പ് ആയാലും, മാരേജ് ആയാലും, ഫാമിലി റിലേഷൻഷിപ്പ് ആയാലും, ഈ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് നിങ്ങൾക്ക് നല്ലൊരു എമോഷണൽ ഹെൽത്ത് പ്രദാനം ചെയ്യും എന്നാണ് ഈ 2015 ഒരു പഠനം തെളിയിക്കുന്നത്. രണ്ടാമത്, ഫ്രണ്ട്സ് ക്യാൻ ഹെൽപ്പ് ബൂസ്റ്റ് സെൽഫ് എസ്റ്റീം. നിങ്ങളുടെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം, അത് ബൂസ്റ്റ് ചെയ്യുവാൻ ഫ്രണ്ട്സ് എപ്പോഴും നിങ്ങളെ സഹായിക്കും. സെൽഫ് കോൺഫിഡൻസും സെൽഫ് വർത്തും, നിങ്ങളുടെ സ്വയം നിങ്ങൾക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കൽപ്പിച്ച് തന്നിരിക്കുന്ന വില, അതാണ് സെൽഫ് വർത്ത്. അപ്പോൾ ഗുഡ് ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ചിയർ ലീഡറാണ്. അദ്ദേഹം എപ്പോഴും പറയും, നിങ്ങളുടെ ഗുഡ് ഫ്രണ്ട് എപ്പോഴും പറയും, എടാ നീയാടാ ശരി, ഒന്നും വിഷമിക്കണ്ട, നീ പറയുന്നതാണ് ശരി, നീ ധൈര്യമായി മുന്നോട്ട് വയ്ക്കും എന്ന് പറയുമ്പോൾ ഞാൻ എന്നിൽ തന്നെ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസം അവിടെ കൂടാനിടയാവുന്നു. ഇവിടെ വേണ്ടത് നല്ല ഫ്രണ്ട്ഷിപ്പാണ് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ വളരെയധികം നിരുത്സാഹപ്പെടുത്തുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെൽഫ് എസ്റ്റീമോ സെൽഫ് കോൺഫിഡൻസോ കൂട്ടുവാൻ സഹായിക്കുകയില്ല, നേരെ തിരിച്ചാണ് സംഭവിക്കുക. അപ്പം നല്ല ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി,
സ്ട്രെസ്സേഴ്സിന്, നിങ്ങളുടെ ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാൻ ഈ പറയുന്ന സോഷ്യൽ കണക്ഷൻസ്, ഫ്രണ്ട്ഷിപ്പ് നമ്മളെ സഹായിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, മാനസികമായ സ്ട്രെസ് ഉണ്ടെങ്കിൽ, സമ്മർദ്ദമുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കൂട്ടുകാരോടോ ഫാമിലി മെമ്പേഴ്സിനോടോ റിലേഷൻഷിപ്പിലുള്ള ആളുകളോടോ ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ വിശദമായി സംസാരിക്കുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു. നമ്മുടെ മനസ്സിലുള്ള ഭാരം ലഘൂകരിക്കുവാൻ ഇത്തരം ഫ്രണ്ട്ഷിപ്പ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾക്ക് മനസ്സിലാക്കാം. അതൊരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ പലപ്പോഴും അത് നല്ല രീതിയിൽ അനുഭവിച്ചറിഞ്ഞിട്ടുമുണ്ട്. ഈ പറയുന്ന 2018 പ്ലോസ് എന്ന് പറഞ്ഞ ഒരു മാസികയല്ല, അതൊരു റിസർച്ച് പബ്ലിക്കേഷനാണ്. അതിൽ എഴുതിയിരിക്കുന്ന ഒരു റിസർച്ച് അനുസരിച്ച് ഒരു ഹഗ്, ഒരു ചെറിയൊരു കെട്ടിപ്പിടുത്തം, ഒരു ചെറിയ തോളത്ത് തലചായ്ക്കൽ നമ്മുടെ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു എന്ന് അതിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ മിക്കവാറും പറയാറുണ്ട്. മാനസിക സമ്മർദ്ദമുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ആളുകളുടെ തോളിൽ തലവെച്ച് അല്ലെങ്കിൽ ചെറുതായി ഒന്ന് കെട്ടിപ്പിടിച്ചാൽ, 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്നാൽ നമുക്ക് ഒരുപാട് മനസ്സമാധാനം ലഭിക്കും. നമ്മുടെ സ്ട്രെസ്സറൊക്കെ, നമ്മുടെ ഈ മാനസിക സമ്മർദ്ദമൊക്കെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം എന്നും ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. 4-മതായി നമ്മുടെ കൊഗ്നിറ്റീവ് ഹെൽത്തിനെ സഹായിക്കും. കൊഗ്നിറ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത്, നമ്മുടെ ചിന്തയുടെ ഹെൽത്ത്, അതിനെ സഹായിക്കും. നമ്മുടെ എസ്പെഷ്യലി എൽഡേർലി വുമണിൽ നടത്തിയ ഒരു പഠനം അനുസരിച്ച് അവർക്ക് നല്ല കൊഗ്നിഷൻ, നല്ല ചിന്താശേഷി ലഭിക്കുന്നു. നല്ല ബ്രെയിൻ ടോണിക് പോലെ അത് വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡെമൻഷ്യ പോലെയുള്ള അസുഖങ്ങൾ വരാതെ തടയുവാനും ഈ നല്ല ഫ്രണ്ട്ഷിപ്പിന്, നല്ല സോഷ്യൽ സപ്പോർട്ടിന് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ജമാ നെറ്റ്വർക്കിൽ 2021 നടത്തിയ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സ്റ്റഡി പറയുന്നത് നല്ല കൺവെർസേഷൻ ബ്രെയിൻ ഹെൽത്തിന്, നല്ല രീതിയിലുള്ള വർത്തമാനങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ സംസാരിക്കുന്നത് ബ്രെയിൻ ഹെൽത്തിന് വളരെയധികം ഗുണകരമാണ് എന്നും ആ പബ്ലിക്കേഷനിൽ പറയുന്നുണ്ട്. 5-മതായി ഗ്രീഫ്, ഏത് തരത്തിലുള്ള നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഗ്രീഫ് എന്ന് പറഞ്ഞാൽ അതിയായിട്ടുള്ള വിഷമം, വളരെ കൂടുതലുള്ള വിഷമം. പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും നമ്മളെ വിട്ടു പോകുമ്പോഴോ, അതല്ലെങ്കിൽ ഒരു പ്രേമബന്ധത്തിൽ നിന്നും തകരുമ്പോഴോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ജീവിതത്തിൽ ഡിവോഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴോ, അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് നമുക്ക് ഗ്രീഫ് വരുന്നത്. ഈ ഗ്രീഫ് ഒരുപക്ഷെ നമ്മുടെ ഈ വളരെ അടുത്ത ഒരു പെറ്റ്, നമ്മുടെ വളർത്തുമൃഗം നമ്മളെ വിട്ടു പോയാലും നമുക്ക് ഒരു ഗ്രീഫ് ഉണ്ടാവാറുണ്ട്. ഈ ഗ്രീഫിൽ നിന്നുമെല്ലാം നമ്മുടെ മനസ്സിനെ രക്ഷിച്ചെടുക്കുവാൻ, നമ്മുടെ ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യുവാൻ, ഗ്രീഫ് സംബന്ധമായിട്ടുള്ള ഡിപ്രഷനെയും ആങ്സൈറ്റിയെയും സ്ട്രെസ്സിനെയും ഒക്കെ ഓവർകം ചെയ്യാൻ ഒരു പരിധിവരെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നമ്മളെ സഹായിക്കും എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 6-മത്, ഹെൽത്തി ബിഹേവിയേഴ്സിനെ ഫ്രണ്ട്സ് എപ്പോഴും എൻകറേജ് ചെയ്യും. എന്താണ് ഹെൽത്തി ബിഹേവിയർ? എക്സസൈസ് ചെയ്യുക. ഒരു ഉദാഹരണം, നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളോട് പറയാം, തനിക്കൊന്ന് എക്സസൈസ് ചെയ്തൂടെ, വരൂ ഞാൻ നിൻ്റെ കൂടെ വരാം, നമുക്ക് ദിവസവും രാവിലെ ജോഗിങ്ങിന് പോവാം എന്നൊരു ഫ്രണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യുവാനുള്ള ഒരു മാനസികമായ പ്രചോദനം, മോട്ടിവേഷൻ അവിടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഇതേപോലെ ശാരീരികമായും മാനസികമായുമുള്ള പുതിയ ഏരിയകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് തടി കൂടുതലാണെങ്കിൽ ഫ്രണ്ടാണ് ഏറ്റവും ആദ്യം പറയുക, ഏട്ടോ നിനക്ക് വയറ് ചാടി വരുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, അത് കുറയ്ക്കണ്ടേ, വാ നമുക്ക് എക്സസൈസിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഡയറ്റിംഗ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഫ്രണ്ട്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുവാനുള്ള പ്രചോദനം നല്ല രീതിയിൽ ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹെൽത്തി ബിഹേവിയേഴ്സിനെ ഫ്രണ്ട്സ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നർത്ഥം. അടുത്തതായി 7-മത്, നിങ്ങളുടെ ലോങ് ടേം ഹെൽത്ത് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുവാൻ, ലോങ് ടേം ഹെൽത്ത് പ്രോബ്ലംസ് എന്ന റിസ്കിനെ കുറയ്ക്കുവാൻ ഈ ഫ്രണ്ട്സ് സഹായിക്കുന്നു എന്നർത്ഥം. അപ്പോൾ സോഷ്യൽ കണക്ഷൻ എസെൻഷ്യൽ ആണ് നമ്മൾ പറഞ്ഞു. അതേപോലെ ഈ പറയുന്ന ന്യൂറോ സയൻസ് ആൻഡ് ബയോബിഹേവിയറൽ റിവ്യൂസിൽ സോഷ്യൽ ഐസൊലേഷൻ ആൻഡ് ലോൺലിനെസ് മേ ബി ലിങ്ക്ഡ് ടു ഇൻഫ്ലമേഷൻ. സ്ട്രെസ് ലിങ്ക്ഡ് ടു ഇൻഫ്ലമേഷൻ ആണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. മാനസിക സമ്മർദ്ദം ഇൻഫ്ലമേഷന് കാരണമാകുന്നു. അങ്ങനെ ഇൻഫ്ലമേഷൻ വരുന്നത് കൊണ്ട് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രതിരോധ സംവിധാനം തകരാറിലാവുന്നു. അതേപോലെ ഈ നടത്തിയ സ്റ്റഡിയിൽ പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായി അധികകാലം സംസാരിക്കാതിരുന്നാൽ, നല്ല രീതിയിൽ ബന്ധങ്ങൾ പങ്കുവയ്ക്കാതിരുന്നാൽ നമ്മളുടെ മനസ്സിനകത്തുണ്ടാകുന്ന സ്ട്രെസ്സ് കൂടുന്നതായും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നതായും ഈ പഠനം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമാണ്. അതേപോലെ അൺഹെൽത്തി ലെവൽസ് ഓഫ് ഇൻഫ്ലമേഷൻ ക്യാൻ ബി ഡേഞ്ചറസ് ആൻഡ് മേ ലീഡ് ടു
അപ്പോൾ ഇൻഫ്ലമേഷൻ കൂടുതലാണെങ്കിൽ, ഇപ്പോൾ സ്ട്രെസ്സ് കൂടുതലാണെങ്കിൽ, മാനസിക സമ്മർദ്ദം കൂടുതലാണെങ്കിൽ, ആങ്സൈറ്റി കൂടുതലാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം അനുഭവിക്കുകയാണെങ്കിൽ അതെല്ലാം നമുക്ക് ഹാർട്ട് ഡിസീസോ ആർത്രൈറ്റിസോ സ്ട്രോക്കോ അൽഷൈമേഴ്സോ ഡെമൻഷ്യയോ പോലുള്ള പ്രശ്നങ്ങൾ വരുവാനുള്ള സാഹചര്യം കൂട്ടും. അതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ ലോങ് ടേം ഹെൽത്ത് പ്രോബ്ലംസിനെ കുറയ്ക്കുവാൻ സഹായിക്കും. അടുത്തതായി, സ്ട്രോങ് റിലേഷൻഷിപ്പ് മേ ഹെൽപ്പ് അസ് ലിവ് ലോങ്ങർ. അപ്പോൾ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞത് ലോങ് ടേം പ്രോബ്ലംസിനെ കുറയ്ക്കുവാൻ സഹായിക്കുന്നു, സ്ട്രെസ്സ് കൂടുന്നത് കൊണ്ട് ശാരീരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കുവാൻ ഈ ഫ്രണ്ട്ഷിപ്പ് സഹായിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതം കുറേ കാലം കൂടി അധികം പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അധികം മാനസിക സമ്മർദ്ദമില്ലാതെ, ശാരീരികമായ പ്രശ്നങ്ങൾ നമ്മളെ അത്രയധികം മലട്ടാതെ തന്നെ കുറച്ച് കാലം കൂടി ജീവിച്ചിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് നല്ല റിലേഷൻഷിപ്പ് നമുക്കൊരു പക്ഷേ ജീവിത ദൈർഘ്യം സമ്മാനിച്ചേക്കാം. അടുത്തത് 9ാമത്തെ, ഹെൽത്തി ഫ്രണ്ട്ഷിപ്സ് ടെൻഡ് ടു മേക്ക് അസ് ഹാപ്പിയർ. ഇതിപ്പോൾ സംശയമൊന്നുമില്ല, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നേരം ഇരുന്നാൽ നമുക്ക് സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു, മാനസിക സമ്മർദ്ദം കുറയുന്നു, നമുക്ക് പല പ്രശ്നങ്ങളും ഇതുപോലെയുള്ള ഒരു നല്ലൊരു മാനസികാവസ്ഥയിലായിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ നേരം. ഈവൻ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉള്ള ആളാണെങ്കിൽ പോലും, ആങ്സൈറ്റി ഉള്ള ആളാണെങ്കിൽ പോലും, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ആളാണെങ്കിൽ പോലും കുറേ നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഒന്ന് ചെറുതായി മറക്കുന്നത് പോലെ, അതിനെ ഓവർകം ചെയ്തതായിട്ട് തോന്നും. ഈ പറയുന്നത് തന്നെ കൃത്യമായി പഠനങ്ങളിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്ലോസിലെ പഠനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 4000 അഡൾട്ട്സ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിസർച്ചിൽ ഹാപ്പി ഫ്രണ്ട് ഹൂ ലിവ്സ് വിത്തിൻ എ മൈൽ ഓഫ് യു ഇൻക്രീസസ് യുവർ ഓൺ ലൈക്ലിഹുഡ് ഓഫ് ബീങ് ഹാപ്പി. 1 കിലോമീറ്ററിനകം അല്ലെങ്കിൽ 1 മൈലിനകത്ത് നിങ്ങളുടെ ഏറ്റവും നല്ലൊരു ഫ്രണ്ട് താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സന്തോഷം 25% വെച്ച് കൂടുവാനുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഈ പഠനത്തിൽ തെളിയിക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ 9 കാരണങ്ങൾ കൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഈ 9 കാരണമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പ് അത്യാവശ്യമാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഫ്രണ്ട്ഷിപ്പ് വേണം എന്ന് പറയാം. ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് ഉള്ളതിൻ്റെ ഗുണങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. അയ്യോ എനിക്ക് ഫ്രണ്ട് ഇല്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കേണ്ട. ഫ്രണ്ട് ഇല്ലാത്തയും ഹാപ്പി ആയിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഹാപ്പിനെസ്സാണ് പ്രാധാന്യം. ഏത് രീതിയിലാണ് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നത് എന്ന് മാത്രമേ ഇവിടെ പ്രാധാന്യമുള്ളൂ. ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. തീർച്ചയായും നിങ്ങളൊരു കമൻറ്റ് ഈ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് എസെൻഷ്യൽ ആണ് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഗുഡ് ഫ്രണ്ട്സ് ഉണ്ടോ? ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത 1 മാസത്തിനുള്ളിൽ 1-2 ഫ്രണ്ട്സിനെ നിങ്ങൾ തീർച്ചയായും നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കും എന്ന് നിങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ടോ? ഈ 3 ചോദ്യങ്ങൾക്കും കമൻറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് മറുപടി എഴുതുക.